നിങ്ങള് ഭാര്യന്റെ അത്ര ഉയരല്ല, അതാണ് പ്രശ്നം. Ladies and gentlemen, we have Kicha here on Kattrumba Show. Eggs and flour and butter and stuff. Little bit of sugar, but not too much. Welcome to your favorite show. നമ്മളുടെ കട്ട്റുംബ ഷോയിലേക്കാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് ഈസ്റ്റേൺ കട്ട്റുംബ കുരുത്തക്കേട് അൺലിമിറ്റഡ്, co-powered by Simix Kidswear and Odisea Classmate Shoes and Backpacks. നമ്മുടെ കട്ട്റുംബ ഷോയിൽ ഈയിടെയായിട്ട് നല്ല നല്ല ഗസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ എം ഷുവർ പ്രേക്ഷകരെ നിങ്ങൾ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഇന്ന് ഏതാണ് ആ സ്പെഷ്യൽ ഗസ്റ്റ് എന്നുള്ളത്. ചിലവർ പ്രോമോയിലൊക്കെ ഓൾറെഡി അറിയുന്നവരായിരിക്കും. ബട്ട് സ്റ്റിൽ ഐ ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ദീസ് ടു വെരി വെരി സ്പെഷ്യൽ ഗസ്റ്റ്. ഇവർ രണ്ടുപേരും ഇന്ന് വന്നിരിക്കുന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. ഇവരുടെ ഒരു ലേറ്റസ്റ്റ് മൂവി ബഷീറിന്റെ പ്രേമലേഖനം എന്ന് പറയുന്ന മൂവി ഇന്നലെ റിലീസായി. സോ അതിന്റെ ഒരു പ്രൊമോഷനും പ്രേക്ഷകരായ നിങ്ങളുടെ അടുത്ത് അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നേരിട്ട് പറയാനാണ് ഇവരെത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് ഐ വാണ്ട് ടു വെൽക്കം സന അൽതാഫ്, ദ ഹീറോയിൻ ഓഫ് ബഷീറിന്റെ പ്രേമലേഖനം. Yes, Sana, how are you? I'm good. How are you? You're looking great. So are you? നിങ്ങൾ ഇപ്പൊ ഒരു ഹീറോയിൻ ആയി മാറിയിരിക്കുകയാണ്. അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വളരെ നല്ല റിവ്യൂ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ് ബഷീറിന്റെ പ്രേമലേഖനം. അപ്പം അതിലൊരു ഹീറോയിൻ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി യു മസ്റ്റ് ബി റിയലി എക്സൈറ്റഡ്. ഐ എം വെരി എക്സൈറ്റഡ്. സിനിമയ്ക്ക് നല്ല റിവ്യൂസ് ആണ് കിട്ടുന്നത്. ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഭയങ്കര സന്തോഷമായി. ആൻഡ് ഐ തിങ്ക് നമ്മളുടെ എറണാകുളത്ത് വൈറ്റ് ഫോർട്ട് ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉപ്പാടിയാണ് വൈറ്റ് ഫോർട്ട്. ഐ തിങ്ക് സനയുടെ ഫാമിലി ഇറ്റ് ഓൺസ് വൈറ്റ് ഫോർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം. അപ്പൊ അങ്ങനെയാണ് ഐ തിങ്ക് ഐ ഫസ്റ്റ് ഗോട്ട് ടു നോ യു ത്രൂ വൈറ്റ് ഫോർട്ട്. ഭയങ്കര ഒരു മൂവി റിലേറ്റഡ് ഹോട്ടലാണ്. എല്ലാവരും പ്രൊമോഷൻസ് അവിടെയാണ് എല്ലാവരും താമസിക്കുന്ന സ്ഥലം. പക്ഷെ can I ask you something? ആ സമയത്ത് യു വർ റിയലി സ്മോൾ. സോ വാട്ട് മെയ്ഡ് യു ഫീൽ ലൈക്ക് ഓക്കെ ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു തോന്നൽ ആദ്യം വരാൻ കാരണം എന്താണ്? അല്ല, എനിക്ക് അങ്ങനെ തോന്നൽ ഉണ്ടായില്ല. ചെറുതിലേ തൊട്ട് ഞാൻ കുറെ സെലിബ്രിറ്റീസിനെയും ആക്ടേഴ്സിനെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതെ, പക്ഷെ ഒരിക്കലും എനിക്ക് ഇൻഡസ്ട്രി വരണം എന്നുണ്ടായില്ല. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ വിക്രമാദിത്യനാണ്, ലാൽ ജോസ് സാറിന്റെ. അപ്പൊ ലാൽ ജോസ് സാർ എന്നെ വെറുതെ കണ്ടപ്പോ അഭിനയിക്കുന്നു ചോദിച്ചു. ഇറ്റ് വാസ് വെരി അൺഎക്സ്പെക്ടഡ്, ബട്ട് ഐ എം ഗ്ലാഡ് ഇറ്റ് ഹാപ്പൻഡ്. And through that ആണോ ഇപ്പം ഈ സെക്കൻഡ് മൂവി വന്നിരിക്കുന്നത്? ബിക്കോസ് ഓഫ് വിക്രമാദിത്യൻ. എന്റെ സെക്കൻഡ് മൂവി മറിയമ്മുക്കായിരുന്നു. യെസ്, ഫഹദിന്റെ കൂടെ. അത് ഞാൻ 10th പഠിക്കുമ്പോൾ ചെയ്ത സിനിമയാണ്. അത് ഞാൻ തമിഴിൽ ഒരെണ്ണം ചെയ്തു, ചെന്നൈ 20 എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ബഷീറിന്റെ അപ്പൊ ഇപ്പൊ ഫുൾ ബിസി ആയിട്ടുള്ള ഒരു ഹീറോയിൻ ആണ്. അതെ, ഐ തിങ്ക് ഇറ്റ്സ് റിയലി ഞങ്ങൾക്കൊരു താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓൺ കട്ട്റുംബ ഷോ. കാണാറുണ്ടോ? കാണാറുണ്ട്. ആക്ച്വലി ഞാൻ വൈകിട്ട് വീക്കെൻഡ്സ് ആവുമ്പോ കാണാറുണ്ട്. ഐ ജസ്റ്റ് ഫിനിഷ് മൈ സ്കൂൾ. ഞാൻ 12th-ലായിരുന്നു. കഴിഞ്ഞിട്ടേ ഉള്ളൂ കുട്ടി. ലൈഫ് ഇങ്ങനെ കിടക്കുന്നു. അതെ, എന്തായാലും നമുക്ക് ഇന്ന് 2 സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, അപ്പൊ ഒരാൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. മറ്റൊരാൾ ആരാണെന്നുള്ളത് പാവം പുറകിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഷീ ഈസ് ബ്യൂട്ടിഫുൾ. ആക്ച്വലി എന്താ പറയാ, ഈ ഗസ്റ്റിന്റെ കണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദ വേ ഷീ ഡ്രസ്സസ് അപ്പ് എപ്പോഴും ഭയങ്കര എത്നിക് ബ്യൂട്ടി ആയിട്ട് ഉള്ളൊരു, എനിക്ക് തോന്നുന്നു ആശ എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത്രയും ഭംഗി. നമുക്ക് ഒരു ശാലീന സുന്ദരിയാണ്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് ആശ അരവിന്ദ്. ഈ ഒരു സിനിമയിൽ യു ആർ ഓൾസോ പ്ലേയിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. So tell us about that and how do you feel being on our stage? തീർച്ചയായിട്ടും എനിക്ക് 7-8 വർഷമായി ഞാൻ ഈ ഒരു ഇൻഡസ്ട്രി വന്നിട്ട്. 8-9 വർഷം ആവുന്നു. ഒരു റിയാലിറ്റി ഷോ വഴിയാണ് വരുന്നത്. 350 പരസ്യങ്ങൾ ചെയ്തു. 350? അതെ അതെ, അത്രയും പ്രോഡക്ട്സ് ഉണ്ട് ഈ ലോകത്ത്. ഒരേ പ്രോഡക്ട്സ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. കുറെ സിനിമകളും ചെയ്തു, 10-12 സിനിമ ചെയ്തു. പക്ഷേ ഇത്രയും നാളും ചെയ്തതിൽ നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബഷീറിന്റെ പ്രേമലേഖനം എന്ന ഈ ക്യാരക്ടറാണ്. അതിനകത്ത് എൻ്റെ പേര് സാറാമ്മ.
സനയുടെ ഒക്കെ വീട്ടിലെ ഒരു സെർവന്റ് ആണ്. ചട്ടമുണ്ടും ഒക്കെ ഇട്ട് ഒരു കോട്ടയം അച്ചായത്തി സെർവന്റ്. അടിപൊളി. അപ്പൊ ഇത് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ബിക്കോസ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് നിങ്ങളിപ്പോ പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയും കൂടുതൽ വിശേഷങ്ങളൊക്കെ കേട്ടറിയണം. ബട്ട് ബിഫോർ ദാറ്റ് വൺസ് അഗൈൻ Eastern Kattrumbu Kurthaked Unlimited co-powered by Sumix Kidswear and Odisea Classmate Shoes and Backpacks ലേക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വാഗതം. Please be seated. Thank you so much. Thank you. ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ എങ്ങനെയാണ്? റൂഡായിട്ടാണോ നോ പറയുന്നത്? എന്തായാലും നോ പറഞ്ഞു എന്നുള്ള ഉറപ്പാണ്. സനയുടെ അമ്മ അച്ഛനൊക്കെ ഇത് കാണുന്നുള്ളതുകൊണ്ട് നോ പറഞ്ഞു. ഇല്ല, ഇപ്പൊ ആരും ചെയ്യാറില്ല. അതെന്താന്ന് അറിഞ്ഞൂടാ. ഈ 7th 8th 9th ആ ഒരു സമയത്ത് കൊറേ പയ്യന്മാര് ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ജാടയായിരുന്നു അതുകൊണ്ട്. പക്ഷെ അവർക്കൊക്കെ എന്ത് പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ? ബിക്കോസ് മുടി കണ്ടിട്ടാണോ? കല്യാണത്തിന്റെ കാര്യം ചോദിക്കാൻ കാരണം എന്താണെന്നറിയാം ആശ? ഇനി വരാൻ പോകുന്നത് ചോട്ടാ മുംബൈ എന്ന സിനിമയില് ഒരു സീനാണ്. നമ്മുടെ ചോട്ടാ കട്ടുറുമ്പുകൾ അഭിനയിക്കാൻ പോകുന്നത്. അതിലത്തെ ഒരു വലിയ സീനാണ്. ഒരു കല്യാണം ആലോചിക്കുന്ന ഒരു സീനാണ്. ലാലേട്ടൻ ഭാവനേനെ കല്യാണം ആലോചിക്കാൻ പോകുന്ന ഒരു സീനാണ്. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. പെൺകുട്ടിയുടെ പേര് ലത. ലത തല തിരിഞ്ഞാൽ ലത, മിസ്സിസ് ലത തല. എന്തുകൊണ്ട് തലക്ക് യോജിച്ച പെണ്ണ് തന്നെ. ആശാനെ, ഞങ്ങൾ വളരെ ഡീസന്റ് ആയി പെണ്ണ് കാണാൻ പോലാണ്. തലേ കല്യാണം ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രോക്കറെ പറ്റിക്കട്ടാ. വേണ്ടടാ, 2 അടി കൊടുത്തു വിടും. എന്ത് കാണിക്കണേ? കണ്ണിക്കൊണ്ടില്ല. പെണ്ണിന്റെ വീടെത്തി. നിങ്ങൾക്ക് ഇന്നെങ്കിലും ഒന്ന് വെള്ളടിക്കാതിരുന്നൂടെ? എന്റെ എല്ലാ സ്വഭാവങ്ങളും അവരറിഞ്ഞിരിക്കണം ബ്രോക്കറെ. നമ്മളൊരു പെണ്ണിനെ ചതിച്ചു എന്ന് പറയുന്നത് ബ്രോക്കറെ. അവർക്ക് ഇഷ്ടമല്ല, അവർ ഒഴിഞ്ഞു വെക്കോട്ടെ. തല പോയി കണ്ടേച്ചു വാ, ഞങ്ങൾക്ക് കുറച്ചുകൂടി പണിയുണ്ട്. തലേ ഹാപ്പി പെണ്ണുകാണൽ. ഇടാ സുശേ, നമ്മളെ കാണണ്ട, കണ്ട ഈ വണ്ടിയിലെ പെട്രോൾ വരെ അയാൾ കുടിച്ചു തീർക്കൂടാ. ഞാൻ പെട്രോൾ ഊറ്റിയോക്കാം. പിന്നെന്താണ് കുടിച്ചത്? OBR അല്ല, മണവാട്ടി. ഒരു ക്ലൂ തരാവോ? മോളെ ചായ വേണ്ട, 2 കാലി ഗ്ലാസ് മതി. ഇപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. ലോകത്ത് ഇതുപോലെ അമ്മയ്യപ്പനെ മരുമോനെ ഇനി ഒത്തു. എടോ ബ്രോക്കറെ, ഇവന്റെ ഒപ്പം മൈക്കിൽ പഠിക്കാൻ ഷാപ്പിൽ പോകുന്ന കാലത്ത്, അല്ല സ്കൂളിൽ പോകുന്ന കാലത്തോട്ടുള്ള പരിചയമായി ഞങ്ങൾ തമ്മില്. ഇതെന്റെ മൈക്കിളിന്റെ മോനാണെങ്കിൽ എനിക്കൊന്നും ആലോചിക്കാനില്ല. ഞാൻ എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു. വാ വാ. ഇതാണ് ആനമയക്കി. അല്ല, എന്റെ മോള് പറക്കില്ലെന്ന് പറഞ്ഞാൽ ഈ കോളനിയിലെ എല്ലാ ചെത്തു പിള്ളേർക്കും അറിയാം. ക്ലാസ് അവരെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കട്ടെ, നമുക്ക് അത്തോട്ടിരിക്കും. മോനെ, ഒറ്റയ്ക്ക് തീർക്കരുത്. ഞാനും കൂടെ വന്നിട്ട് കമ്പനിയോട്ട് തീർക്കാം.
കൊച്ചിയിലെ മച്ചുനനി കച്ചിമുറുക്ക് തപ്പുകളും തകിലുകളും പൊരുതി മുഴക്ക് കുത്തടിക്കും നാളുകളെ കൊട്ടിയടക്ക് പട്ടണവും ജീവിതവും കഴുകി വിനുക്ക് സിലും സിലും കാറത്തിൽ പകഞ്ഞു പൊങ്ങാം പകഞ്ഞൊരു തീരത്ത് പറന്നിറങ്ങാം പലക്കുറി ലോകത്ത് വിലക്കെടുക്കാം എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? അടിപൊളിയായിരുന്നു. എല്ലാരും നല്ലോണം ചെയ്തു. അടിപൊളി അടിപൊളി. യു മീൻ അടിപൊളി? നന്നായി ചെയ്തു എല്ലാരും. എല്ലാരും അസലായിട്ട് ചെയ്തു കേട്ടോ. ലാലേട്ടന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ലാലേട്ടൻ, ഭാവന, എല്ലാവരും. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഒഡീസിയ ക്ലാസ്മേറ്റ് ഷൂസ് ആൻഡ് ബാക്ക് പാക്സ്. കട്ടുറുമ്പ് ഷോയിൽ ഇപ്പം ഈ ഇടയായിട്ട് പുതിയതായിട്ട് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംഭവമാണ് ഈ ടാസ്ക് കൊടുക്കൽ. ബിക്കോസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തതാണ്, ബിക്കോസ് നിങ്ങളുടെ ഒരു എനർജിയും നിങ്ങളുടെ ഒരു യുനോ ഒരു തൻ്റെയിടം ഒക്കെയാണ് നമ്മുടെ കുട്ടികൾ കാണേണ്ടത്. സോ പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഞാൻ എൻ്റെ 2 പ്രിയപ്പെട്ട ആ ബ്യൂട്ടിഫുൾ ഗസ്റ്റുകളെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. സന ആൻഡ് ആശ. സന, ആശ, നിങ്ങൾ 2 പേർക്കും ഒരു ഭയങ്കര ടാസ്ക് ആണ് ഞാൻ തന്നിരിക്കുന്നത്. പക്ഷെ ബിഫോർ വി ഗോ ടു ദ ടാസ്ക്, ബിക്കോസ് ടാസ്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് നിങ്ങളുടെ മൂവിനെ കുറിച്ച് ഐ വാണ്ട് ടു നോ മോർ അബൌട്ട് ഇറ്റ്. ഇപ്പം ഫസ്റ്റ് ഈ മൂവിൻ്റെ ഒരു പേരും പിന്നെ ആ പോസ്റ്ററും ഒക്കെ കണ്ടപ്പോൾ ഐ തിങ്ക് മോസ്റ്റ് പീപ്പിൾ വുഡ് ഹാവ് തോട്ട് ഓഫ് എന്നതിന്റെ മൊയ്തീൻ ആ ഒരു ഫീൽ ആണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടാവും. പോസ്റ്റർ കണ്ടപ്പോ ചോദിച്ചു ആണോന്ന്. പക്ഷെ ട്രെയിലറും സോങ്സ് കണ്ടപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി അതായിട്ട് ഒരു ബന്ധമില്ല. ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് മൂവി. ഇറ്റ്സ് ഫണ്ണി, ഇറ്റ്സ് റൊമാൻറ്റിക്. അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു ത്രെഡ് എന്താണെന്ന് ഡു യു വാണ്ട് ടു ടെൽ us? ഇപ്പം പറഞ്ഞു പേളി ഇന്ന് എന്റെ മൊയ്തീന്റെ സാമ്യം ഉണ്ടോന്ന്. കാരണം ഇതും ഒരു 80കളിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പം അവരുടെ കോസ്റ്റ്യൂംസ് ആവട്ടെ ലെറ്റർ എഴുതുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അതെ അതെ. സോ ദാറ്റ് ഈസ് വെയർ ഐ ഫെൽറ്റ് ദ കണക്ഷൻ. ബഷീറിന്റെ പ്രേമലേഖനം എന്ന് പറയുമ്പോൾ ആ നോവലുമായിട്ട് കുറച്ച് മാത്രമേ കണക്റ്റഡ് ആയിട്ടുള്ളൂ. ഇത് നമ്മുടെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഒരു TV വരുന്നു, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആദ്യമായി TV ഒരു നാട്ടിൽ വരുമ്പോഴുള്ള ആ ഒരു എക്സൈറ്റ്മെന്റും നാട്ടുകാരുടെ എന്താണ് ഈ സാധനം എന്ന് കണ്ടിട്ടില്ല അത് പെട്ടെന്ന് TV ഇതെന്താണ്, ഇത് കണക്ട് ചെയ്യാൻ ആര് പറ്റും, അങ്ങനത്തെ ഒക്കെ ഒരുപാട് എക്സൈറ്റ്മെന്റ്. ഭയങ്കര ബബ്ലി ആയിട്ടൊരു സെർവന്റ് ആണ്. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. നല്ല 5 പാട്ടുണ്ട്. സനേനെ എനിക്ക് നേരത്തെ അറിയാം. ഐ ഫോളോ ഹർ ഓൺ ഇൻസ്റ്റഗ്രാം ഒക്കെ. ഷീ ഹാസ് ലൈക്ക് ഭയങ്കര പോസ്റ്റ് ഒക്കെ ചെയ്യുന്ന സെൽഫി ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഇതിലത്തെ മലയാളവും ഇപ്പോൾ നമ്മളുടെ കൊലോക്കിയൽ ലാംഗ്വേജിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന മലയാളം നമ്മൾ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നോ? ഡയലോഗ്സ് ഒക്കെ പറയുമ്പോൾ ഉണ്ടായിരുന്നു. ഒന്നാമത് കോഴിക്കോടിന്റെ ആ ഒരു സ്ലാങ് ആയിരുന്നു. പിന്നെ പണ്ടത്തെ മലയാളമാണ്, അതുകൊണ്ട് ഇംഗ്ലീഷ് ഒന്നും അത്ര ചേർന്നില്ല. ഇംഗ്ലീഷ് അല്ല, ഈ കുട്ടി കുറച്ച് പറയും. ഈ കുട്ടി BA ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ആണ്. പക്ഷെ നമ്മൾ 80s ഒരു കാലഘട്ടമാണ്. അപ്പോൾ there was a lot of മലയാളം ഇൻവോൾവ്. ഞാൻ തന്നെയാണ് ഡബിങ്ങും ചെയ്തത്. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നന്നായി ചെയ്തു സന. how was it to romance with ഫർഹാൻ? I was very comfortable. ഞങ്ങള് ഭയങ്കര നല്ല ഫ്രണ്ട്സ് ആണ്. ആൻഡ് ഞങ്ങൾക്ക് ഭയങ്കര രണ്ടുപേരുടെയും സെക്കൻഡ് മൂവിയാണ്. സോ രണ്ടുപേരും ബിഗിനേഴ്സ് ആണ്. ആ ഒരു കംഫർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ടാസ്കിലേക്ക് ഇതിൽ എന്ത് സംഭവിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിന്റെ ആധാരം വരെ എനിക്ക് എഴുതി തരേണ്ടി വരും. അങ്ങനത്തെ ടാസ്കുകൾ വരെ ഉണ്ട്. എന്ത് വേണമെങ്കിലും ഇതിൽ സംഭവിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ട് സനയ്ക്ക് കൊടുക്കാം. അല്ലല്ല, പിന്നെ എടുത്തിട്ട് സ്വന്തമായിട്ട് വായിച്ചിട്ട് സ്വന്തമായിട്ട് പെർഫോം ചെയ്യണം. സനയ്ക്കുള്ള ഞാൻ പിന്നെ കൊടുത്തോളാം. ഇനി എടുത്തോളൂ. അയ്യോ, ഒരു കാര്യം, ഇത് എപ്പോഴും ഞാൻ മറന്നു പോകുന്നൊരു കാര്യമാണ്. ഇത് തോറ്റാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇതൊരു മീശയാണ്. ഇത് നിങ്ങളുടെ സിനിമയിൽ പലരും യൂസ് ചെയ്തിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇത് മറ്റേ ഇങ്ങനത്തെ നല്ല നാറ്റം. എന്തായാലും ഞാനിത് വെക്കുന്നില്ല. പക്ഷെ ഇത് ടാസ്ക് ചെയ്തില്ല അല്ലെങ്കിൽ ചെയ്ത് ഫ്ലോപ്പ് ആയാലോ ഈ എപ്പിസോഡ് മുഴുവൻ ഈ മീശം വെച്ച് അവിടെ ഇരിക്കേണ്ടി വരും. സിമ്പിൾ അല്ലേ? സിമ്പിൾ പണിഷ്മെന്റ്. അപ്പം ഇനി നമുക്ക് തുടങ്ങാം. പ്രേക്ഷകരെ, ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡിലെ ടാസ്ക് ഇതാ വരുന്നു. വായിച്ചോളൂ, ഒച്ചത്തിൽ വായിച്ചോളൂ.
5 ടൈപ്പ് ചിരി, 5 ടൈപ്പ് കരച്ചിൽ. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? നിങ്ങളൊക്കെ ആക്ടേഴ്സ് ആണ്, അപ്പൊ ഡെഫിനറ്റ്ലി ഇതൊക്കെ നിങ്ങൾ അപ്പൊ തന്നെ സ്വിച്ച് ഇട്ട പോലെ. ആദ്യത്തെ ഫസ്റ്റ് പുഞ്ചിരി. ഇത് പുഞ്ചിരി. രണ്ടാമത്തെ അഹങ്കരിച്ചുള്ള ചിരി, ഇഷ്ടപ്പെടുന്നില്ല. അടുത്ത ചിരി ഇതെന്ത് ചിരി? നേരത്തെ കാണിച്ചത്, സോറി വെരി സോറി, ഇത് എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഈ ചിരി ഇത് അതേ ചിരി വേറെ ഒന്നും കൂടി കാണിച്ചു, എന്നെ പറ്റിക്കാൻ പറ്റില്ല. എന്ത് പറ്റി? കരഞ്ഞുകൊണ്ടുള്ള ചിരി. ഓ ഇതൊരു ചിരിയായിരുന്നോ? ഓക്കെ ഓക്കെ. എന്തൊരു നാച്ചുറൽ ആയിട്ട് വരുന്നത്. ഓക്കെ, നാലാമത്തത്. അയ്യോ ഇങ്ങനത്തെ ടാസ്ക് എനിക്ക് വേണ്ട വേണ്ട. ടാസ്ക് ഞാൻ നിർത്തട്ടാ. ഈ ടാസ്ക് ഇത്തിരി ഹാനികരമാണ് ഫോർ ദ ബോഡി ഓഫ് ദ ബോഡി. 5 ആയിട്ടില്ല. ഇതൊരു മാതിരി അടക്കി പിടിച്ചുള്ള ചിരി. എന്തായാലും നന്നായി ചെയ്തു, നന്നായി ചെയ്തു. വെരി നൈസ്, വെരി നൈസ്. നല്ലൊരു ട്രൈ, നല്ലൊരു അറ്റംപ്റ്റ്, നല്ലൊരു കൈയടി കൊടുക്കും. ഓക്കെ, ഇനി കരച്ചിൽ. പ്രിയതമാ. രണ്ടാമത്തെ മരണവീട്, മരണവീട്, മരണവീട്. മൂന്നാമത്തെ മരണവീട്. മൂന്നാമത്തെ മരിച്ചത് ഒരു ശത്രുവാണ്. നാലാമത്തെ കള്ളക്കരച്ചിൽ, കള്ളക്കരച്ചിൽ വരണം. കള്ളക്കരച്ചിൽ. സൂപ്പർ സൂപ്പർ. ഐ റിയലി ലൈക്ഡ് ഇറ്റ്. ഐ റിയലി ലൈക്ക് എൻജോയിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി മീശയിൽ നിന്നും വിമുക്തയായ സ്ഥിതിക്ക് ഇനി സനയാകുമോ ആ മീശ പിരിക്കുന്ന ഒരു ജഡ്ജ് എന്ന് നമുക്ക് നോക്കാം. സന, സന പ്ലീസ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എടുത്തോളൂ. ഒരു സ്റ്റെപ്പ് നടക്കുമ്പോൾ മോഹൻലാലും, അടുത്ത സ്റ്റെപ്പ് നടക്കുമ്പോൾ മമ്മൂട്ടിയും, സിമ്പിൾ. 5 സ്റ്റെപ്പ് നടക്കുമ്പോൾ സുരേഷ് ഗോപിയും ആവുക. ഞങ്ങൾ പറയുന്ന മമ്മൂക്ക, സുരേഷ് ഗോപി. യെസ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഈ ജഡ്ജസ്, ഐ മീൻ എന്താ പറയാ, ജഡ്ജസ് ആയിട്ട് വരുന്ന സെലിബ്രിറ്റീസ് ഒക്കെ ഭയങ്കര സ്മാർട്ടാണ്, റെഡിയാണ്, എന്തിനും റെഡി എന്നുള്ള സീനാണ്. അപ്പൊ ഐ തിങ്ക് ഐ എം വെരി ഹാപ്പി. ഒരിക്കലും അതെ ഒരെണ്ണം പേളി. എന്താന്നറിയോ, ഞാൻ ഇന്നത്തെ ഫുഡ് കഴിക്കാൻ മറന്നു. അവിടെ വെക്കേ, എടുക്കെടുക്ക് എടുക്ക്. കം ഓൺ പേളി. അയ്യേ, തമിഴ് പാട്ടിന് സ്പീഡായിട്ട് ക്ലാസിക്കലിൽ ഡാൻസ് കളിക്കാൻ. This is a song which is gonna be a massive hit of the year. Thank you. മാടിസത്താം മനുഷ്യന്റെ ഞാൻ തോല വെച്ച് മേലെ കെട്ടി അററ നാക്കമുക്ക 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 മാടിസത്താം മനുഷ്യന്റെ ഞാൻ തോല വെച്ച് മേലെ കെട്ടി അററ നാക്കമുക്ക 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 അററ നാക്കമുക്ക 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 അററ നാക്കമുക്ക 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 നാക്കമുക്ക. തോല വെച്ച് മേലെ കെട്ടി അററ നാക്കമുക്ക 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 മാടിസത്താ മനുഷ്യന്റെ ഞാൻ തോല വെച്ച് മേലെ കെട്ടി അററ നാക്കമുക്ക 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 അററ നാക്കമുക്ക 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 അററ നാക്കമുക്ക 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 നാക്കമുക്ക. മതി മതി. തമിഴ്നാട്ടില് ഒരാൾ മരിച്ചാൽ കളിക്കേണ്ട ഡാൻസ് ഞാൻ ടാസ്ക് കൊടുത്ത അവസാനം ഞാനും കളിക്കും. എന്തെങ്കിലും ഗ്ലൂക്കോസ് ഒക്കെ തരൂ, ആംബുലൻസ്. അയ്യോ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ആശയുടെ അടുത്താണ്. ലൈക്ക്, ആർ യു മാരിഡ്? ആണ്. ഹസ്ബൻഡിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ലൈക്ക് വാട്ട് ഇസ് ഹി ലൈക്ക്? ഇസ് ഹി ഫണ്ണി ഓർ സീരിയസ് ആണോ? ഫണ്ണിയാണ്. ഞാനാണ് കുറച്ച് സീരിയസ്. ഫണ്ണിയാണ്, കറക്റ്റ്. എനിക്ക് കിട്ടേണ്ട പോയിന്റ്സ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പേരെന്താണ്? അരവിന്ദ്. ഓബ്വിയസ്ലി, ബിക്കോസ് ആശ അരവിന്ദ് ആണല്ലോ. ചിലർ അച്ഛന്റെ പേര് ഇപ്പോഴും മാറിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ്. പിന്നെ വീട്ടിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് എവിടെയെങ്കിലും ഒരുമിച്ച് നിങ്ങൾ രണ്ടുപേരും ഒരു എന്താ പറയാ ഫ്രെയിം ചെയ്ത് ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടോ? ഇവിടെ ഇല്ല, ഞങ്ങളുടെ മസ്കറ്റിലെ വീട്ടിലുണ്ട്. മസ്കറ്റിലെ വീട്ടില് ആർക്കാണ് പൊക്കം കൂടുതൽ? ഹസ്ബൻഡിനാണ്. ഹസ്ബൻഡ് പൊക്കം ഭയങ്കര 6 feet. ഇനിയിപ്പോ ലിങ്ക് പോയി. ബിക്കോസ് ഞാൻ പറയാൻ പോയത് വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന സിനിമയില് നമ്മുടെ ശ്രീനിയേട്ടനും പാർവതി ചേച്ചിയുടെ ആ ഫസ്റ്റ് നൈറ്റ് സീൻ,
അത് കഴിഞ്ഞിട്ട് അവര് ഫോട്ടോ എടുക്കാൻ പോകുന്ന ഒരു സീനുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഇദ്ദേഹം പറയും പൊക്കം കുറവാണ്, അപ്പൊ ലാസ്റ്റ് ഇങ്ങനെ ഒരു നിൽക്കുന്ന നിപ്പൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സീനാണ് കട്ടുറുമ്പുകൾ ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്. സോ കണ്ടു കളഞ്ഞോ? ഓക്കെ, തീർച്ചയായിട്ടും. ലെറ്റ്സ് വാച്ച് ദാറ്റ്. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ ശോഭ ഉടുത്തിരുന്ന പച്ച സാരിയും നീല ബ്ലൗസും എന്ത് നല്ല ചേർച്ചയായിരുന്നു. അന്നെന്തിനാ ഇത്രയും നാണിച്ചത്? അത് ഞാനായിരുന്നില്ലേ? ശോഭയുടെ ദിനേശ് ഏട്ടനായിരുന്നില്ലേ? എന്തൊന്നും മിണ്ടാത്ത? ഞാൻ ഈയിടെ കണ്ട ഒരു നാടകത്തിലെ ചില സംഭാഷണങ്ങൾ ഓർക്കുകയായിരുന്നു. അല്ലാതെ ചെറുപ്പം മുതൽ പൂക്കൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടല്ല ഈ മാലയൊക്കെ ഇവിടെ തൂക്കിയത്. എൻ്റെ വക ആദ്യമായി ഒരു സമ്മാനം. പിന്നെ പാലിന്റെ കാര്യം എന്തായി? ഒരു ഗ്ലാസ് പശുവും പാൽ? അല്ലേ വേണ്ട, ഇനിയിപ്പോൾ ലേറ്റായി പോയി, എല്ലാവരും ഉറങ്ങിക്കാണും. ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടിയുമില്ല. എന്തിനാ പേടിക്കുന്നത്? ശോഭയ്ക്ക് പേടിയുണ്ടോ? എന്ത് പേടിക്കാനല്ലേ? ശോഭ പേടിച്ചു പോയോ? ഇതൊക്കെ സാധാരണയല്ലേ? ഒന്ന് ചിരിച്ചേ. ഒച്ച ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. എന്നെ നോക്കൂ. ഇത് കിട്ടണം. നിങ്ങൾ ആ സ്മൈലൊന്നും തീരെ ശരിയാവുന്നില്ല കേട്ടോ. വേണ്ട, തുടണ്ട, പറഞ്ഞാ മതി. നിങ്ങള് ഭാര്യന്റെ അത്ര ഉയരല്ല, അതാണ് പ്രശ്നം. അത് ഞാൻ കുനിഞ്ഞു നിന്നിട്ടാ. ഒരു കാര്യം ചെയ്യാൻ, ഞാൻ സ്റ്റൂൾ അഡ്ജസ്റ്റ് ചെയ്യാം. അതൊന്നും വേണ്ട, നിങ്ങൾ എടുത്താൽ മതി. പിന്നെ ഈ സ്ത്രീകളും ഫാമിലീസ് ഒക്കെ വരുന്ന ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ബനിയനൊക്കെ ഇട്ട് നിൽക്കുന്നത് കുറച്ച് മോശ. അത് ഇന്ത്യയിലായതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ. ഞാൻ ദുബായിലായിരുന്ന സമയത്തെ ഓൺലി ട്രൗസേഴ്സ്. അല്ല, പിന്നെ ഒരു ടൈ കെട്ടിയാൽ എങ്ങനെ ഉണ്ടാവേ? ടൈ കുറച്ചുകൂടെ ഒക്കെ ഒരു അത് വേണ്ട, ഈ ഫിഗറിന് ശരിയാവില്ല അല്ലേ? റെഡി റെഡി, സ്മൈൽ സ്മൈൽ സ്മൈൽ, റെഡി. ശരിക്കും നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഓർമ്മയുള്ള സീനാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള സീനാണ്. ഇവര് സിനിമയുടെ അത്രയും നന്നായിട്ട് ചെയ്തു. ആ വീഴുന്നതൊക്കെ ഉണ്ടല്ലോ, പേടിക്കണ്ട, ഇതൊക്കെ വളരെ സ്വാഭാവികം എന്ന് പറഞ്ഞിട്ട് തലയും കുത്തി കട്ടിൽ നിന്ന് വീണിട്ട് ആ സീനൊക്കെ എനിക്ക് അത് ശരിക്കും നീ വീണാണോടാ? എന്ത് നാച്ചുറൽ ആയിട്ടാ നീ വീണത്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. This is Eastern Katturumba Kurthakeda Unlimited, co-powered by Sumix Kidswear and Odisha Classmate Shoes and Backpacks. കട്ടുറുമ്പിൽ ധാരാളം കുട്ടികൾ വന്നിട്ട് അവരുടെ ടാലൻസ് ഒക്കെ കാണിച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ചില കുട്ടികൾ വരുമ്പോൾ അത് ശരിക്കും നമ്മളുടെ ആ ഒരു എപ്പിസോഡ് ഭയങ്കരമായിട്ട് നമ്മൾ ഈ പ്രേക്ഷകരിലൂടെ നമ്മളുടെ ഈ കുഞ്ഞു പിള്ളേരൊക്കെ കാണുന്നവര് അവർക്കൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആണ് ഈ കുട്ടികളുടെ പെർഫോമൻസ് കാണുമ്പോൾ. ഇന്ന് നമുക്ക് ചാറ്റ് സെക്ഷനിൽ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ ഗസ്റ്റിനെ കുറിച്ച് വളരെ എന്താ പറയുക, എനിക്ക് ഡീപ്പായിട്ട് പറയുന്നതിന് മുൻപ് ഐ ഹാവ് ടു ടെൽ യു, ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു വലിയ ഫാനാണ്. ഈ കൊച്ചു മെടുക്കന്റെ ഒരു ഭയങ്കര ഫാനാണ് ഞാനും. ലക്ഷക്കണക്കിന് ആളുകൾ ഓൾ ഓവർ ദ വേൾഡ് ആർ ഹിസ് ഫാൻസ് ബിക്കോസ് ഹീ ഈസ് എൻ ഇന്റർനാഷണൽ സ്റ്റാർ. ഒരു ചെറിയ ഇളം പ്രായത്തിൽ തന്നെ, ഹീ ഈസ് ഓൺലി ഇൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ്, പക്ഷെ ഈ പ്രായത്തിൽ തന്നെ ഹീ ഈസ് മാനേജ് ടു ബിക്കം എ യൂട്യൂബ് സ്റ്റാർ ആൻഡ് ഫേസ്ബുക്ക് സ്റ്റാർ. ഫേസ്ബുക്ക് ഇദ്ദേഹത്തിന്റെ വീഡിയോ യൂട്യൂബിൽ നിന്ന് വാങ്ങി. ഇമാജിൻ ഡൂയിങ് ദാറ്റ്, യുനോ. ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഫേസ്ബുക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ക്യാൻ യു സെൽ യുവർ വീഡിയോ ടു അസ് എന്ന് ചോദിച്ചു. അപ്പം അത്രയ്ക്കും ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എലൻ ഷോ, അതില് ഹി വാസ് എ ഗസ്റ്റ്. അങ്ങനെയൊക്കെയാണ് ഹിസ് ജേർണി ഹാസ് ബിൻ, എന്താ പറയുക, ഒരു ഡ്രീം ജേർണിയാണ് ഏതൊരു ആർട്ടിസ്റ്റിന്റെയും. ആൻഡ് യു മൈറ്റ് ബി വണ്ടറിങ് ഹൂ ഇസ് ദിസ് person that I'm talking about. So it's time to welcome Kicha. Young money. Love in 1,000 different flavors.
Wish that I could taste them all night. Shimmy, shimmy, yeah, shimmy, yeah, shimmy, yeah. Drink, swalla la la. Drink, swalla la la. Swalla la la. Shimmy, shimmy, yeah, shimmy, yeah, shimmy, yeah. Drink, swalla la la. Drink, swalla la la. Swalla la la. Ladies and gentlemen, we have Kicha here on Kattrumba Show. This is a historical moment because you are an international star. And I think this is a show. Kicha, you are like, ഞങ്ങളുടെ ഷോയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം വരുന്നു. എനിക്ക് കരച്ചിലൊക്കെ വരുന്നു. I'm so happy. Please have a seat. Please have a seat. Kicha, how old are you? 7 years old. And എവിടെയാണ് കിച്ചയുടെ വീട്? കടവന്ത്ര. കടവന്ത്രയിലാണ്. Where were you born? Kochi. Kochi. You're from Kochi. So you're now in Kochi. See, Kicha, I think you have achieved so many things life. And it all started. ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും കിച്ച എന്ത് ചെയ്തിട്ടാണ് ഇത്രയും വലിയ സ്റ്റാർ ആയത്? First, my mother's a great cook. Your mother is a great cook? Yeah, and I used to help her little times. Okay. And then after that, I used to watch a channel called EventTube HD. Okay. And first, I was feeling like I want to make a YouTube channel of unboxing. He does toy unboxing. You know what unboxing mean? No, I don't know. Actually, he buys a toy and he teaches you how to fix it and interview. Put it together? Yeah. Okay. So I wanted to do that, but when we tried that once, it's a little difficult. Yeah, but after it's monotonous. After some time, I helped my mother to cook a little times. Okay. And then it just happened. I just wanted to make a cooking YouTube channel, and it succeeded. Because I don't think any child does this, like anybody else. I think you're the youngest cook on YouTube. I think so. I mean, even if there is, we are not going to talk about it. Okay. Let's just. Yeah. Let's marnekam. Vera haru illa. Kicha maatre ullu. And Kicha, which was the first ever dish that you prepared? Ice popsicles. Ice what? Popsicles. Oh, I love it. Can you make one for me, like when you after the interview is over? I think we should sit and talk about certain simple dishes. Because enikku ishtam simple aayittulla saanangal undakanana enikku ishtam. I think we should even have a segment on Kattrumba where we have a cooking segment. Would you like to do that? Yes. Yes, Appa, he is ready to come and do cooking for us. See, on Ellen show, I saw you on Ellen show, and you were making puttukutti. Yeah. Puttukutti. I was making puttu with puttukutti. Yeah. And this puttukutti became so popular after you did that. I mean, how was the experience meeting Ellen? It was awesome. Awesome. Yeah. Like, how awesome was it? Why do you think as awesome as you are going to go to America. Very awesome. Like it was the first time you went to US? First time ever. ever. Ellen's ഷോയിൽ പോയാൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ലേഡിയാണ്. And I'm sure she gave you something. She gave me an apron and a cap that cap can glow. Glow in the dark? Not in the dark, it can glow anytime. Like it keeps glowing all the time? Yeah, and also there's a shirt that tells Ellen over here. Like where? There's a okay. Apron. Like it's an apron with Ellen over here. No, the Ellen over Where is Ellen? Like where is it placed? Is it here or here? It's okay, never mind. There is Ellen on the apron. You know what? You are the only person who has that apron. Nobody else would have an apron that's gifted by Ellen. So once more, high five for that. അമ്മേ ഇനി തരില്ലാട്ടാ, ഇനി എനിക്ക് വേണ്ട. മലയാളത്തിൽ നന്നായിട്ട് സംസാരിക്കില്ലേ? അപ്പൊ ഇനി നമുക്ക് മലയാളത്തിൽ സംസാരിച്ചാലോ? Yes. Okay. So ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, who is your biggest strength? Because ഇപ്പം വെറുതെ അങ്ങോട്ട് വീഡിയോ എടുത്തിട്ടുണ്ടാവില്ലല്ലോ. Somebody really helped you and helped you edit the video. Who was that? 2 people. No, 3 people. That's almost 4 people. 3 people. 3 people. Okay. My mama. My papa. My sister. Sister also. Vida. You have a sister? Yeah. Can you introduce me to them?
Okay. They're there. Mama, Papa. Hi, sister. This is Nida. She's gorgeous. She is past college. But she's beautiful. That's what I was saying. Oh. So, Nida, you can introduce yourself. Yeah, please introduce yourself. എൻ്റെ പേര് നിത. ഞാനിപ്പം സേക്രഡ് ആർട്ട് കോളേജിൽ നിന്ന് BCom കഴിഞ്ഞു. ഫർദർ സ്റ്റഡീസ് നോക്കിക്കൊണ്ടിരിക്കുന്നു. And how does it feel to be Kicha's sister, big sister? എല്ലാവരും പറയണ പോലെ വെരി പ്രൗഡ്, ലൈക്ക് ആൻഡ് ലക്കി ഓൾസോ. For fun, just teasing her, isn't it? Okay. വീട്ടിലും ഇങ്ങനെ തന്നെയാണ്. And അമ്മയ്ക്ക് എന്താണ് പറയുന്നത്? എൻ്റെ പേര് റൂബി. Okay. I call her Mama. Should I call her Mama or Ruby? Ruby. Why? I want to call her Mama. Okay. Mama. So, Ruby. I can call her both actually. Yeah. Ruby Mama. So, what do you do? Are you working or? I was working as a lecturer earlier. Okay. Ipa njan oru home baker aanu. And you are actually helping Kicha grow yes. as a, you know, I love cooking, experiment with new recipes. അപ്പം മോനും ആ സമയത്തൊക്കെ ഇടയ്ക്ക് വന്നിട്ട് അമ്മ ഹെൽപ്പ് ചെയ്യട്ടെ, കൂടെ നിൽക്കട്ടെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ 3-4 വയസ്സാകുമ്പോൾ തന്നെ. ആണല്ലേ? ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇത് ഡേഞ്ചറസ് അല്ലേ? ചില പിള്ളേർ തീയൊന്നും യൂസ് ഇല്ല, അതിലില്ല. ഇപ്പൊ അവന്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പ്രത്യേകം നോക്കിയിട്ടുണ്ട്. നൈഫ് ആയിട്ടുള്ളതൊന്നുമില്ല, ഫയർ കുക്കിംഗ്. നൈഫ്, തീ, അതൊന്നും വെച്ചിട്ടുള്ള കുക്കിംഗ് Kicha ചെയ്തിട്ടേ ഇല്ല. Have you ever tried cooking with fire and like an actual knife? No. No, you haven't. Yeah, I'm not. Like when your mom was around. When I'm in the video, when I'm going to use the knife, I give it to my mother. The minute you have to use a knife, ഇത് കോക്ക് ആ കൊച്ചിന്റെ കാര്യം, ഹീസ് സോ ഭയങ്കര സേഫ് ആയിട്ടാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. കിച്ചണിൽ കയറുമ്പോൾ പിള്ളേർ തീ വെച്ച് കളിക്കാൻ പാടില്ല, കത്തി വെച്ച് കളിക്കാൻ പാടില്ല. കറക്റ്റ് കത്തി യൂസ് ചെയ്യേണ്ട സമയത്ത് അമ്മയുടെ ഹെൽപ്പ് ചോദിക്കും അല്ലേ? ഇപ്പം ഉള്ളി എങ്ങനെയാ അരിയുന്നത്? കട്ട് 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 ഇൻ സ്മോൾ പീസസ്, കടുകുറ അതൊക്കെ ചെയ്യുമ്പോൾ. So my mother does it. Mother does it. Tell me about your daddy. Okay, Papa. Hi. എൻ്റെ പേര് രാജഗോപാൽ. Okay. ഞാൻ ഒരു സെൻട്രൽ അഡ്വർടൈസിംഗ് ഏജൻസിയുടെ ബ്രാഞ്ച് ഹെഡ് ആണ്. ആസ് വെൽ ആസ് ഷീമാർട്ടിയുടെ അഡ്വർടൈസിംഗ് മാനേജർ ആണ്. Okay. That's about me. And also you are like a very close friend of Will's. Yeah, of course, the producer. Flowers TV-ലെ ഏകദേശം എല്ലാവരെയും തന്നെ എനിക്ക് അറിയാം. സോ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ആൻഡ് ഐ എം ഗ്ലാഡ് ദാറ്റ് ഇന്ന് നമുക്ക് കിച്ചനെ പോലത്തെ ഒരു ഗസ്റ്റിനെ കിട്ടിയാൽ ഐ എം വെരി എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി. ആൻഡ് മോർ ദാൻ എനിത്തിങ് ഐ എം ഫീലിംഗ് വെരി പ്രൗഡ് അല്ലേ, നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഈ പ്രായത്തിലൊരു സ്റ്റാർ. What do you have to tell about it, Sana? ഞാൻ യൂട്യൂബിൽ കിച്ചയുടെ വീഡിയോസ് കാണാറുണ്ട്. എലനിൽ കണ്ടപ്പോൾ ഐ വാസ് വെരി പ്രൗഡ് ആക്ച്വലി. കാരണം ഒരു മലയാളിയാണ്, ഒരു ഇന്ത്യൻ ആണ്, അതും അവിടെ പുട്ടുകുറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇറ്റ് ഇസ് എ വെരി പ്രൗഡ് മൊമെന്റ് ഫോർ ഓൾ ഓഫ് അസ് മലയാളീസ്. നമ്മൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. അതെ. Actually, Sana is your fan. So what do you want from her? Do you want her to sing for you? Do you want her to do something for you? I want her to subscribe me. Just subscribe. Actually, ഞാൻ already subscribe ചെയ്തിട്ടുണ്ട്. Okay, Asha, what do you have to say about this legend sitting next to me? Oh my God. Kicha, ഞാൻ കിച്ചയുടെ വലിയൊരു ഫാനാണ്. കിച്ചയ്ക്ക് വന്നപ്പോൾ മനസ്സിലായില്ലേ? ഓടി വന്ന ആരെയാ ഞാൻ വിളിച്ചേ? കിച്ച എന്നല്ലേ വിളിച്ചേ? കിച്ച. ഓ കിച്ച, എനിക്കൊരു സാധനം വേണം, തരുമോ? എന്റെ മോളോട് ചെന്ന് പറയാനാ. കിച്ചയുടെ പ്രായമുള്ള ഒരു മോളുണ്ട് എനിക്ക്. തരുമോ? ഒരു സാധനം തരാമോ? ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. ഓടിപ്പോയിട്ട് ഇവരെ kiss. Oh my God. So sweet. കിച്ച, എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്. കിച്ച ഇപ്പം he's got 100th വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടിരിക്കുകയാണ് അല്ലേ? യൂട്യൂബിൽ നമ്മളൊക്കെ മാക്സിമം എത്രയാണ് 3-4 വീഡിയോ ഒക്കെയാണ് നമ്മളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ കിച്ച in a week he uploads 3 videos minimum. And he has 1 minute videos ഒക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാറുണ്ട്. Jam with Kicha, just a minute. Jam with Kicha, just a minute എന്നൊക്കെ പറയുന്നത്. അതിനെന്താന്ന് വെച്ചാൽ എന്താ അത്? Tell me about it. I'll be doing experiments, sharing information, and having lots of fun in under 1 minute and doing lots of experiments. So what do you want to become? I know you love cooking, but do you really want to become something related to cooking? Do you want to become a chef in the future? Is that I want to be something related with space and cooking. Guess it. സ്പേസിൽ പോയിട്ട് കുക്കിംഗ് ചെയ്യാനാണോ? സ്പേസ് കുക്ക്.
അപ്പൊ റോക്കറ്റിൽ പോയിട്ട് മൂണില് റെസ്റ്റോറന്റ് ഇടാൻ പോകുന്ന ആദ്യത്തെ മലയാളി നീയാണോടാ? നമ്മളൊക്കെ എപ്പോഴും പറയില്ലേ മൂണിലും ഒരു റെസ്റ്റോറന്റ് ഉണ്ടാവുന്നു, അത് കിച്ചയുടെ ആയിരിക്കും. He wants to be, but what is space cooking? I'll be making an oven that you can cook in space. Are you serious? Serious. Like when I was your age, I don't even think I knew my name. Like seriously. And you're telling me things about... Your name is Pearly Money, right? Give me some money. It's not money, it's money. Say money. Money. Okay, give me some money again. Excuse me. Do I look rich? Yeah. Big Shot nu പറഞ്ഞിട്ടൊരു ഷോനെ കുറിച്ചാണ്. Yeah, Little Big Shots UK. Little bit I've Big gone, Shots. Yeah. Who's hosting that show? Don French. And did you already poya the last show? I've gone. You won? Yeah, I gone. You've gone? Yeah. What kind of a show? എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. It's like a show that all little people go for. You will get invited and then you have to come and perform something that you like know. അവിടെ ചെന്നിട്ട് കുഞ്ഞു കുഞ്ഞു പിള്ളേർ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യണം. Like pretend if you are someone is like a dancer. A dancer. So you'll dance over there. Yeah. അപ്പൊ അവിടെ പ്രൈസ് കിട്ടോ? No prize. Yeah. You will get to go to UK. യുകെയിൽ ജീവിക്കുന്നവർക്ക് ഇപ്പൊ എന്താണ് കിട്ടുക? They will just go to UK and just reach there. അവർ അടുത്ത് അപ്പുറത്ത് ഓട്ടോ പിടിച്ചു പോയാൽ നീ ഫ്ലൈറ്റിൽ കയറി UK എത്തി. അതാണ് അവന് കിട്ടിയ അഡ്വാൻറ്റേജ്. മനസ്സിലായില്ലേ? യുകെയിലുള്ളവർക്ക് ഈ ഷോ വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കില്ല. അപ്പം പക്ഷെ നമുക്കതൊരു സംഭവമാണ്. ഞാനൊന്ന് അച്ഛൻ്റെ അടുത്ത് ചോദിക്കട്ടെ. Tell me more about Little Big Shots എന്ന് പറയുന്നത് ലോകത്ത് തന്നെയുള്ള ടാലന്റഡ് കിഡ്സിന് അവർ ഒരു 150 പരം ടാലന്റഡ് കിഡ്സിനെ അവർ ആദ്യം സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു 10-50 പേരെയാണ് ആദ്യം സെലക്ട് ചെയ്തത്, രണ്ടാമത് സെലക്ട് ചെയ്തത്. അതിലൊരു 35 പേരെ അവർ വിളിച്ചിരുന്നു. അതിൽ ഇന്ത്യയിൽ നിന്ന് പോയ യങ്ങസ്റ്റ് ആളായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഒരാളെ പോയിട്ടുള്ളൂ. ഇത് UK ഷോ ആണ്, US ഷോ അല്ല. US ഷോ വേറൊരു ഷോ ഉണ്ട്. ആ ടാലന്റഡ് കിഡ്സിന്റെ ഷോ ആണ്. അതിന് പ്രൈസ് മണി ഇല്ല. അതിലേക്ക് ഉള്ളിലേക്ക് കയറുക എന്ന് തന്നെ ഒരു വലിയൊരു അംഗീകാരമാണ്. Okay. To get inside it's a big difficulty. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. സത്യം പറഞ്ഞ ഇപ്പൊ പ്രേക്ഷകർ ആലോചിക്കുന്നതായിരിക്കും എങ്ങനെ ഇത്രയും നന്നായിട്ട് ഇംഗ്ലീഷ് പഠിച്ചത്? I used to watch one kids channel that tells English from UK. I just noticed you have very curly hair. ഇത്രയും നേരം കഴിഞ്ഞിട്ടാണ് അവൻ ഇപ്പൊ കണ്ടത്. You like it? Have you seen ഇങ്ങനത്തെ hair anywhere in UK? യുകെയിൽ മാത്രമേ ഇങ്ങനത്തെ മുടി ഉള്ളൂ. യൂട്യൂബിൽ. യുകെയിൽ കണ്ടിട്ടില്ല, യൂട്യൂബിൽ ഇങ്ങനത്തെ മുടി കണ്ടിട്ടില്ല. Okay, Kicha, I think it was really nice to have you, but I want you to sing a song for me. There's one thing I love to do. It's so easy, you can do it too. It doesn't take long, not long to make. What do I love? I love to bake. Eggs and flour and butter and stuff. Little bit of sugar but not too much. Eggs and flour and butter and stuff. Little bit of sugar but not too much. There's one thing I love to eat. It's so yummy, a little treat. A slice of heaven on a plate. What do I love? I love cake. Eggs and flour and butter and stuff. Little bit of sugar but not too much. Eggs and flour and butter and stuff. Little bit of sugar but not too much. Gimme, 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 gimme that cake. I'll eat it at work or on a break. Breakfast, lunch and dinner and tea. Never ever too much cake for me. I like cake in the morning and cake at night. Cake on toast, cake in the pie, cake in the hole and cake and spam. Cake and chip, I'm a cake away. ഇത് നീ എന്നെ തെറിവിളിച്ചാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ and stuff. Little bit of sugar. ഇംഗ്ലീഷ് വേണ്ട, നമുക്ക് മലയാളം മതി. നമുക്ക് മലയാളം മതി. എനിക്ക് മലയാളം മാത്രം മതി. ആരും ഇംഗ്ലീഷ് വേണ്ടി പോലും. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് കിച്ച. I invite Kicha's parents and sister, the beautiful gorgeous sister. I also invite Sana and Asha. Papa, come in, Papa. Come on, come on. Let's do the rope, imaginary rope, and pull them. Let's do that. Don't expect anything big, but it's a token of our love. Okay, the biggest gift you will get very soon. ഇത് എപ്പോഴും ഓർക്കണം ഞങ്ങൾ ഇത് കാണുമ്പോഴൊക്കെ. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. ബട്ട് ഐ വാണ്ട് ടു ഹിയർ ഇറ്റ് ഫ്രം കിച്ചാസ് ഫാദർ.
നിങ്ങളുടെ കുഞ്ഞില് ഇങ്ങനത്തെ ഒരു ടാലന്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കുഞ്ഞ് ഇപ്പം എല്ലാ വീട്ടിലും ഇപ്പൊ ഒരു കൊച്ചുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ കൊച്ചില്ല, ബിക്കോസ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഒരു കൊച്ചുണ്ടായി, ആ കൊച്ചിന് ടാലന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ വാട്ട് ഷുഡ് ഐ ഡു ഫസ്റ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫ്ലവേഴ്സ് TV ഫോർ ഇൻവൈറ്റിംഗ് അസ്. പിന്നെ രണ്ടാമത്തത്, ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കിച്ച ഫേമസ് ആയപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂസ് ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു. ഞങ്ങൾക്കായിരുന്നു തിരക്ക് കൂടുതൽ. അപ്പോൾ നമ്മൾ ഈ റോട്ടിലൂടെ പോകുമ്പോൾ പല കുട്ടികളും ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ ഷൂട്ടിന് വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഡിഷന് വിളിക്കുമ്പോൾ 100 കണക്കിന് കുട്ടികളാണ് ഓഡിഷന് വരുന്നത്. ഇതിൽ നിന്ന് ഒരു ഷാറൂഖ് ഖാനും ഒരു ടെണ്ടുൽക്കറുമേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അറ്റ് ദ സെയിം ടൈം പല സ്ഥലത്തും കണ്ടാൽ കുട്ടിയുടെ ഹൈറ്റിനെക്കാട്ടിലും വലിയ ബാറ്റ് വെച്ചാണ് കുട്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കുള്ളിലും എന്തെങ്കിലും ഒരു ടാലൻ്റ് ഉണ്ടാവും. ഇതിപ്പോൾ എനിക്ക് പറയാൻ ചാൻസ് തന്നത് കിച്ചയാണ്. അപ്പോൾ ബിഗ് താങ്ക്സ് ടു കിച്ച ഫസ്റ്റ് ഫോർ ദിസ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു ടാലൻ്റ് ഉണ്ട്. ആ ലൈനിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ എനിക്ക് തോന്നുന്നു പലവർക്കും. പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം പറയട്ടെ, ഏതെങ്കിലും കുട്ടികൾക്ക് നല്ല ടാലൻ്റ് ഉണ്ട്, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരെ കോൺടാക്ട് ചെയ്താൽ തന്നെ മതി. ബിക്കോസ് ദിസ് ഇസ് എ പ്രോഗ്രാം വിച്ച് ഇസ് ഗിവിംഗ് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഐ ആം എ ബിഗ് ഫാൻ ഓഫ് ദിസ് പ്രോഗ്രാം. പുട്ടൂറ്റി വെച്ച് അടിച്ചു പോലെ ഉണ്ടായിരുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്, co-powered by Sumix Kidswear and Odisea Classmate Shoes and Backpacks. Bye. മോനെ സവാരി ഗിരിഗിരി, തോർത്തുകൊണ്ട് നിവർത്തി തോട്ടിലെ വെള്ളത്തിൽ മാമനും മോനും കൂടെ പരൽമീനുകളെ പിടിച്ച് കളിച്ചിട്ടുണ്ടാവും. ആ ഈരിഴ തോർത്ത് വിരിച്ചാൽ ശ്രാവിനെ കിട്ടുമെന്ന് വിചാരിച്ച് വെറുതെ നനയണ്ടോ? ഇത് വീട് മാത്രമല്ല, നിങ്ങളും 4 ഈ ഉണങ്ങി ചുരുണ്ട ഒരു 3-4 വാഴ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. അതേ തട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പ്രതിപക്ഷം ശക്തമായതുകൊണ്ട് സാറിന്റെ പ്ലാനിങ് ഒക്കെ പൊളിഞ്ഞു. சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வித்த ஆசை